ഹായ്, ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്നെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാനിവിടെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ വരുൺരാജ് എന്ന പേഷ്യൻ്റാണ്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോളോ അപ്പ് ഒക്കെ ഉണ്ട്. ഈ ജൂൺ 15 ഫോളോ അപ്പ് എടുക്കണം. അപ്പോൾ ഡോക്ടർ വരുണിനെ ഓങ്കോളജി, അതുപോലെ തന്നെ ഓങ്കോളജി സർജൻ ഡോക്ടർ ശ്യാമിക്കും അദ്ദേഹത്തെയും കാണേണ്ടതാണ് എനിക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മുടെ കളക്ടർ പ്രിയങ്ക മാഡത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. രണ്ടാമത്തെ ക്യാൻസർ എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസറാണ്. അതിന് നമ്മളൊരു വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2358 പേർക്കുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ 34% മാത്രം മാതാപിതാക്കളാണ് അവരുടെ മക്കളെയും കൊണ്ട് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ആശങ്കകളാണ് ഇവർ ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കാനുള്ളൊരു റീസൺ എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. ആക്ച്വലി ഇത് എടുക്കേണ്ട ഒരു വാക്സിനേഷനാണ്. 15 വയസ്സ് പൂർത്തിയായവരും അതുപോലെ തന്നെ 15 വയസ്സും 3 മാസം വരെ 15 വയസ്സും 3 മാസം വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കും 14 വയസ്സ് പൂർത്തിയായവർക്കുമാണ് ഈ വാക്സിനേഷൻ എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അനാവശ്യമായുള്ള ആശങ്കയും തെറ്റിദ്ധാരണയും കൊണ്ടാണ് ഇവർ വാക്സിനേഷൻ ഈ 34% ചുരുങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അന്വേഷിക്കാം. ഇതെടുക്കാതിരിക്കുന്നത് വളരെ ശോകമാണ്. കാരണം ഒരു 98% ഞാനൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ എൻ്റെ കീമോയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ കാലമൊക്കെ നന്നായിട്ട് ക്യാൻസർ പേഷ്യൻസ് കൂടിയായിരുന്നു. കൂടുതലും ലേഡീസാണെന്നുള്ള കാര്യമാണ്, അതൊരു സത്യമാണ്. ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നീട് അനുഭവിക്കുന്ന വേദനകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിനേഷന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ് റേഡിയേഷൻ എടുത്തിട്ടുള്ളത്. 18 റേഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ചെയ്യുന്നപ്പോൾ തന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഭാഗം തന്നെ അത് ഒരു 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 ബിൽഡിങ്ങിൽ തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ ഒരു റീസണാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം ലാസ്റ്റ് ടൈമിൽ ഡോക്ടർ എനിക്കൊരു BRCA ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. 18,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്. ആക്ച്വലി അതെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യം എന്നുള്ളതാണ് ഇതിന് കൂടുതലും, പാരമ്പര്യമാണ് ഇതിൻ്റെ ഒരു റീസൺ കൂടി. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ടും കൂടി ഡോക്ടർ എനിക്കത് എടുപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ജസ്റ്റ് ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അതൊരു 15 ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടും. അതൊരു ക്യാൻസർ പേഷ്യൻറ്റിനാണ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ ആർക്കെങ്കിലും വരുമോ എന്നുള്ള ഒരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അത്രയും പേഷ്യൻസിനെയൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇതിപ്പോൾ പ്രിയങ്ക മാമൊക്കെ ഇതിനൊക്കെ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ 31 വരെ ഉള്ളൂ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ. അതുകൊണ്ട് നിങ്ങൾ ആശങ്കയൊന്നും പെടാതെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സജ്ജരാക്കി മുമ്പോട്ട് കൊണ്ടുവരാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ ഒരു വേദന ഇനി ആർക്കും വരരുത്, ഇനി വേറെ ആരും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എടുക്കണമെന്ന് തന്നെയാണ് പറയുള്ളൂ.